കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഒരു പുതിയ പ്രോജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. മീഡിയ ബ്രൗസറിലെ ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ടെംപ്ലേറ്റ് ഫോൾഡറിൽ നിന്നും ഫോട്ടോ ഫ്രെയിം വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിലെ ഗ്രീൻ കളർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഏറ്റവും മുകളിലത്തെ മാസ്കിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇമേജ് ഈ മാസ്കിന് മുകളിലായി വെച്ചുകൊണ്ട് ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിലായി തന്നെ വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടെംപ്ലേറ്റിന് നടുവിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യാം. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ഇമേജും മാസ്കിന് ഉള്ളിലായി തന്നെ വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും താഴത്തെ മാസ്കിനുള്ളിൽ വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യാം. ഇമേജ് മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ഇമേജും മാസ്കിനുള്ളിലായി തന്നെ വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങളുടെ ടെംപ്ലേറ്റ് ഫോൾഡറിൽ നിന്നും കളർ ലൈറ്റ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ലെറ്റർ ആർട്സിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓവർലേകൾക്ക് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും മെസ്മറൈസിംഗ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. മെസ്മറൈസിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അഥവാ ലവ് കോട്ട്സ് എൻട്രി ചെയ്യുക. ഇവിടെ നിന്നും ഈ സ്റ്റിക്കർ സ്ക്രീനിന് താഴെയായി ഇതുപോലെ കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീഡിയോയ്ക്ക് വേണ്ട PNG ഫോർമാറ്റിലുള്ള ഒരു ബോർഡർ ലൈൻ സെലക്ട് ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്ത് റെക്ടാംഗിൾ കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. പ്രീവ്യൂയിൽ കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയും ഇതേ സ്റ്റെപ്പുകളിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.